ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. റോമാലേഖനം 6-ാം അധ്യായം 5-ാം അധ്യായത്തിൻ്റെ അവസാനം പാപം വർദ്ധിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ കൃപ വർദ്ധിക്കുന്നു എന്ന് നമ്മൾ വായിച്ചു. അപ്പോൾ അങ്ങനെ പാപം വർദ്ധിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വലിയ കൃപ വർദ്ധിക്കുമെങ്കിൽ പ്രായോഗികമായി പാപത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ദൈവം ചെയ്യുന്നത് എന്ന യഹൂദന്മാരുടെ ചോദ്യമുണ്ട്. അതിനുള്ളതായ മറുപടി വിശുദ്ധ പൗലോസ്ലീഹ വ്യക്തമായി ഇവിടെ വിശദീകരിക്കുകയാണ്. പാപത്തിൻ്റെ കറയിൽ നിന്ന് വിശ്വാസി വീണ്ടെടുക്കപ്പെട്ട ശേഷം അതിൻ്റെ ശക്തിയിൽ നിന്ന് എങ്ങനെ വിമുക്തനാകണമെന്ന് അദ്ദേഹം ഇവിടെ വിശദമായി പറയുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനുള്ള പൂർണ്ണമായ സമർപ്പണമാണ്. അതായത് ഒരു ക്രിസ്ത്യാനിയും ക്രിസ്തുവുമായി ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വിശ്വാസി ക്രിസ്തുവിനോട് ചേരുന്നത് അവനൊരു മരണം കഴിഞ്ഞിട്ടാണ്. ആ മരണം അവൻ്റെ സ്നാനമാണ്. ആ മരണത്തോടുകൂടി പാപത്തിന് യാതൊരു സ്ഥാനവുമില്ലാത്ത പുതുതായൊരവസ്ഥയിലേക്ക് ക്രിസ്തുവിനോട് ചേർന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അവൻ ക്രിസ്തുവിലേക്ക് വരുന്നതോടുകൂടി അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർക്കപ്പെടുന്നതോടുകൂടി അവൻ്റെ പ്രവർത്തനങ്ങളും അതിനുള്ള മേഖലകളും വ്യത്യാസപ്പെടുന്നു. അവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി വിശുദ്ധിയെ സേവിക്കുവാൻ പിന്നീട് നിർബന്ധിതനാവുകയാണ്. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുടെ അർത്ഥം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ജീവൻ പോലെ ആയിരിക്കണം ക്രിസ്ത്യാനിയുടെ ജീവിതം. പാപം എന്ന് പറയുന്നത് അവൻ്റെ പഴയ അവസ്ഥയാണ്. നമ്മുടെ മാമോദീസായിൽ അന്തർഭവിച്ചിരിക്കുന്നത്, അതായത് പഴയ പാപജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി വിരമിച്ചുള്ള ഒരു ജീവിതമാണ്. ആ പഴയ ജീവിതത്തോട് മരണത്താൽ എന്ന പോലെയുള്ള ഒരു വേർപാട്. പിന്നീട് ഒരു വിശ്വാസി പാപത്തിൽ ജീവിക്കുക എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. നമ്മുടെ മാമോദീസായിൽ നമ്മുടെ ഹൃദയവും ഇച്ഛാശക്തിയും ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുകയും അങ്ങനെ ക്രിസ്തുവുമായി ഒന്നായി തീരുകയും ആണ് സംഭവിക്കുക. കർത്താവിൻ്റെ മരണം മൂലമാണ് അത് സാധ്യമാകുന്നത്. അപ്പോൾ യേശുവിനെ ക്രൂശിച്ച ലോകത്തിൻ്റെ പാപത്തോടുള്ള സമ്പൂർണമായ വേർപെടലാണ് നമുക്കാവശ്യം. അപ്പം സ്നാനം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പാപജീവിതത്തിനുള്ള മരണവും ക്രിസ്തുവിനോടുകൂടി മരിച്ചുള്ള സംസ്കാരവുമാണ്. മരിച്ചവരിൽ നിന്നും താൻ പുനരുത്ഥാനം ചെയ്തതുപോലെ തൻ്റെ ഉയർത്തെഴുന്നേറ്റ ജീവനാൽ പ്രചോദിതമായ ഒരു പുതിയ അവസ്ഥയിൽ നമ്മൾ ജീവിക്കണം. അതായത് സഭയെ സംബന്ധിച്ചിടത്തോളം സ്നാനവുമായി ബന്ധപ്പെട്ട ഏറെ പ്രധാനമുൾപ്പെട്ട ഒരു വേദഭാഗമാണ് റോമാലേഖനം 6-ാം അധ്യായം. നമ്മൾ സ്നാനം സ്വീകരിക്കുമ്പോൾ, മാമോദീസ സ്വീകരിക്കുമ്പോൾ യേശുവിനോടുകൂടി മരിച്ചടക്കപ്പെടുകയും അവനോടുകൂടി നമ്മൾ പുനരുത്ഥാനം ചെയ്യുകയുമാണ്. സ്നാനത്തൊട്ടിയിൽ ഇറങ്ങുമ്പോൾ മരിച്ചടക്കപ്പെടുന്നു. അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പുനരുത്ഥാനം ചെയ്ത
ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോട് നമ്മൾ ഏകീഭവിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമായി നമ്മൾ മാറ്റപ്പെടുകയാണ്. പിന്നീട് വിശ്വാസിക്ക് മരണമെന്നൊന്നുമില്ല. പിന്നൊരു മരണമുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ മരണവും ശരീരത്തിൻ്റെ പുനരുത്ഥാനവും മാത്രമേ സംഭവിക്കുകയുള്ളൂ. ആത്മാവിൻ്റെ മരണവും ആത്മാവിൻ്റെ പുനരുത്ഥാനവുമാണ് സ്നാനത്തിൽ സംഭവിക്കുന്നത്. കൊലോസ്യർ 2:10-11 വാക്യങ്ങൾ പൗലോസ്ലീഹ ഇത് വീണ്ടും പറയുന്നുണ്ട്. സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി മരിച്ചടക്കപ്പെടുകയും അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാരശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നല്ല, ഒരു പുനരുത്ഥാനം കഴിഞ്ഞു. കൊലോസ്യർ 3-ാം വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് എന്താണ്? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, എഴുന്നേൽക്കുമെന്നല്ല, എഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിപ്പിൻ. അപ്പം അതുകൊണ്ടാണ് സഭയിലെ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്ന് ഒരു മരിച്ചു കഴിഞ്ഞാൽ വാങ്ങിപ്പോയവനെന്ന് പറയുന്ന അവസ്ഥാ വ്യത്യാസം മാത്രമേ പിന്നെ സംഭവിക്കുന്നുള്ളൂ. പിന്നെ ആളെ യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല, ശരീരത്തിൻ്റെ മരണം മാത്രമേ പിന്നെ സംഭവിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാമോദീസയിൽ യഥാർത്ഥ മരണം ഇവിടെ സംഭവിക്കുന്നു. ഇതാണ് പൗലോസ്ലീഹ ഈ 6-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് മരണത്തിൽ തന്നോട് നാം താതാത്മ്യപ്പെട്ടെങ്കിൽ പുതിയ ജീവിതത്തിലും തന്നോട് നമ്മൾ താതാത്മ്യപ്പെടണം. ആ താതാത്മ്യപ്പെടൽ വെറും ശാരീരികമല്ല, അത് മാനസികമായും ആത്മീയമായും ശാരീരമായും 3 തലങ്ങളിലും അത് സംഭവിക്കുന്നു. യേശുക്രിസ്തു തൻ്റെ മരണത്താൽ പാപത്തെ ഇല്ലാതാക്കിയതുപോലെ, അല്ലെങ്കിൽ പാപത്തെ കൊന്നതുപോലെ തൻ്റെ അനുയായികളും പ്രവർത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. യേശുവിലുള്ള വിശ്വാസം മൂലം നമ്മുടെ പഴയ പാപ വ്യക്തിത്വത്തെ എന്നേക്കുമായി പരിത്യജിച്ച് അങ്ങനെ പാപഭംഗിരമായ നമ്മുടെ ആ ഭൗതിക പ്രവൃത്തിയെ നമ്മൾ ഇല്ലാതാക്കുന്നു. മറ്റൊരുദാഹരണമായി പറഞ്ഞാൽ, മരിച്ച ഒരു ദാസന്റെ മേൽ പിന്നെ അവൻ്റെ യജമാനന് യാതൊരു അധികാരവുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ അവന് അധികാരമുള്ളൂ, മരിച്ചാൽ പിന്നെ അവൻ്റെ മേൽ അധികാരമില്ല. ആയതുപോലെ പാപത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ഥാനമേറ്റ് കഴിയുമ്പോൾ പിന്നെ പാപമെന്ന യജമാനന് നമ്മളുടെ മേൽ യാതൊരു അധികാരവുമില്ല. പിന്നീടുള്ളത് ആരോടൊപ്പം നമ്മൾ ഉയർത്തെഴുന്നേറ്റോ ആ ക്രിസ്തുവിനാണ് നമ്മുടെ മേൽ അധികാരമുള്ളത്. അപ്പം നാം പാപത്തിന് മരിച്ചവരായും ദൈവത്തിന് ജീവിച്ചിരിക്കുന്നവരായും നമ്മെ തന്നെ കരുതി പ്രവർത്തിക്കുകയും ജീവിക്കുകയും വേണമെന്നർത്ഥം. അതുകൊണ്ട് ഇനി ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് നമുക്ക് വശംവദരാകാനാവില്ല. അത് നമ്മുടെ ശരീരത്തെ പാപത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എന്നേക്കുമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തവൻ എന്ന വണ്ണം നിങ്ങളെ തന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റവരാകയാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ സർവ്വ കഴിവുകളും ദൈവസേവനത്തിനുള്ള ആയുധങ്ങളായി മാറ്റുവാൻ പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നു. ഇനി 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, ക്രൈസ്തവർ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്, അഥവാ നീതിയുടെ അടിമകളാണിനി എന്നുള്ള ഒരാശയമാണ് പൗലോസ്ലീഹ ഇവിടെ കൊണ്ടുവരുന്നത്. അതായത് മാമോദീസായിലുള്ള മരണം മൂലം പാപമാകുന്ന യജമാനിൽ നിന്നും സ്വതന്ത്രനായിരിക്കുന്നുവെന്നും ഇപ്പോൾ നമ്മൾ നീതിയുടെ ദാസന്മാരായിരിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ ഇനി ആധിപത്യമുള്ളത് പാപത്തിനല്ല, നീതിക്കാണ്. ഇനി ന്യായപ്രമാണത്തിന് നമ്മൾ അടിമകളല്ല, ദൈവകൃപയ്ക്കാണ് നമ്മൾ ഇനി കീഴ്പ്പെട്ടിരിക്കുന്നത്.
നമുക്ക് ഏതെങ്കിലും ഒന്നിന് നമ്മൾ വിധേയപ്പെട്ടേ പറ്റുള്ളൂ. ഒന്നുകിൽ പാപത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്. രണ്ടിനും ഒരേ സമയം കീഴ്പ്പെടുവാൻ നമുക്ക് സാധിക്കുകയില്ല. പൗലോസ്ലീഹ പറയുന്നു, ഒരിക്കൽ നിങ്ങൾ പാപത്തിന് ദാസരായിരുന്നു, ഇപ്പോഴാകട്ടെ നിങ്ങളുടെ ജീവിത പ്രമാണമായി ക്രിസ്തീയമായ പ്രബോധനം സ്വീകരിച്ചവരാണ്. അങ്ങനെ നമ്മുടെ പ്രവർത്തന രംഗം, ജീവിത രംഗം വ്യത്യസ്തമായിരിക്കുന്നു. ഇവിടെ ദാസൻ എന്ന് പറയുന്നത് വിധേയപ്പെടുക എന്ന അർത്ഥത്തിലാണ്. ക്രൈസ്തവർ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് അശുദ്ധിക്കും തിന്മയ്ക്കും ഒരു കാലത്ത് സ്വയം കീഴ്പ്പെട്ടിരുന്നതുപോലെ ഇനി നമ്മുടെ ശരീരങ്ങൾ നീതിക്കും വിശുദ്ധമായി നമ്മൾ സമർപ്പിക്കണം. മുൻപ് നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നു. അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രതിഫലം മരണമായിരുന്നു. എന്നാൽ ഇനി നിങ്ങൾ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റതിനാൽ ഇനി നിങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടിയായിരിക്കണം. ഇനി ദൈവത്തെ സേവിക്കുന്നവന് അതിൻ്റെ പ്രതിഫലം അനശ്വരമായ ജീവനാണ്. പാപത്തിൻ്റെ ദാസന്മാർ അവരർഹിക്കുന്നതായ മരണം പ്രാപിക്കും. എന്നാൽ ദൈവം തൻ്റെ ദാസർക്ക് അവർക്ക് സ്വയമായി സമ്പാദിക്കുവാൻ സാധിക്കാത്ത നിത്യജീവൻ തൻ്റെ കൃപ മൂലം നൽകുന്നു. ഈ 6-ാം അധ്യായത്തിലെ ഓരോ വാക്യങ്ങളും പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ച് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ ആഴമേറിയ ദൈവശാസ്ത്രപരമായ ചിന്തകൾ സ്നാനത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് സ്നാനത്തെക്കുറിച്ച് ഒരു ക്ലാസ് വരുമ്പോൾ അതിനെപ്പറ്റി വിശദമായി പറയാമെന്ന് വിചാരിക്കുന്നു. ഇത് 1-2 പ്രാവശ്യം വായിച്ചുകൊണ്ട് ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് വായിക്കാൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പല പ്രാവശ്യം ഈ അധ്യായം വായിക്കുവാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്നേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.